ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ ഓപ്പൺ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിചിത്ര സിൽക്സിൻ്റെ 2.5 മീറ്റർ മെയിൻ ക്ലോത്തും പിന്നെ അതിന് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ 2 മീറ്ററുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നല്ല ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ കട്ട് നമ്മൾ ആ സ്റ്റിച്ചിൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കാനായിട്ട് ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കിലേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഞാൻ എന്നിട്ട് നമ്മൾ ആ റോപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് താഴോട്ട് 2 ഭാഗത്തും ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മേലെ ലൈനിങ്ങിൻ്റെ താഴെയായിട്ട് വരുന്നത് പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ അപ്പുറം വശവും നമ്മൾ അതുപോലെ റോപ്പ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കതുപോലെ അതും ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനാണ്. ബാക്ക് വശം നമ്മൾ നല്ല ഭാഗത്തോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാത്ത മുന്നേ തന്നെ നമ്മളൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ബാക്കിൻ്റെ ലൈനിങ് നമുക്ക് പുറകോട്ട് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ബാക്കിൻ്റെ ലൈനിങ് പീസിനെ നമുക്ക് അടിയിലോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഷോൾഡറിൽ ഒരു സ്റ്റിച്ചിലൂടെ വന്നിട്ട് ബാക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് മാത്രം കുറച്ച്
പ്ലീറ്റ്സ് വരുന്നൊരു സ്ലീവാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് താഴെ രണ്ടും നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മുകളൊരു 3 ഇഞ്ച് കയറ്റി കട്ട് ചെയ്തതായിരുന്നു. അതിൻ്റെ അവിടെ മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കർവ് ഷേപ്പിൻ്റെ ഭാഗം വരെ നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്ത് സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരുന്നത് പോലെ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ടോപ്പിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റ് അളവനുസരിച്ച് നമുക്കൊന്ന് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലിറ്റിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് താഴത്തെ ലൈനിങ് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഇവിടെ സ്ലിറ്റും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.